ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറയണമെന്ന് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അറിയാം. എന്നാലും നമ്മളത് അതിനോട് എന്താ പറയുക, യോജിക്കുന്ന ആൾക്കാരുണ്ടാവും നമുക്കറിയണമല്ലോ. ഞാനൊരു കൊച്ചിയിലെ ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. എന്നെ അറിയുന്നവർക്കറിയാം. അതോടൊപ്പം തന്നെ അപ്പോൾ നമുക്ക് എപ്പോഴും എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, എയർപോർട്ടിൽ പോകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, എയർപോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് നമ്മൾ ഗസ്റ്റിനെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഒരു ഫെയർ കട്ടാവും, 60 രൂപ. അത് മിക്കവാറും നമ്മുടെ സ്കാനറിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങ് പോകും. ഓക്കെ, ആ 60 രൂപ കട്ടായി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതേ സിസ്റ്റം തന്നെ ഒരു പ്രൈവറ്റ് വണ്ടിയാണ് പോകുന്നതെങ്കിൽ ആ എയർപോർട്ടിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ 10 മിനിറ്റ് വരെ ഫ്രീ ആണ്, പൈസ കൊടുക്കേണ്ട. എന്താ നമുക്കറിയില്ല പ്രൈവറ്റും ടാക്സിയും തമ്മിൽ. അതൊന്ന്. പിന്നെ ഈ 10 മിനിറ്റുള്ളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അകത്തുനിന്ന് പിക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് അപ്പോൾ അവർ പറയും QR കോഡ് വഴി ഇനിയിപ്പം അത് സ്കാൻ ചെയ്യാൻ പറ്റില്ല, അതിന് 15 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മിനിമം 15 മിനിറ്റെങ്കിലും നമുക്ക് അവിടെ അതിനുള്ളിൽ നിൽക്കാമല്ലോ. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അവർ പറയാണ് പൈസ ആയിട്ട് വേറെ അടയ്ക്കാം 60 രൂപ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തോളാം. ഞാൻ പറഞ്ഞു നമുക്ക് ഇതുണ്ടല്ലോ ഫാസ്റ്റാഗിന് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഫാസ്റ്റാഗിന് വൺ ടൈമിൽ നമ്മളൊരു 60 രൂപ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഫാസ്റ്റാഗിന് നമ്മൾ ഒരു പ്രാവശ്യം 60 രൂപ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഫാസ്റ്റാഗിന് വീണ്ടും അവർക്ക് പേയ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രാവശ്യം കൂടി പോകണമെന്ന് വെച്ചാൽ വീണ്ടും ഇറങ്ങി വരുമ്പോൾ തന്നെ അവർ വീണ്ടും പൈസ ചോദിക്കും. അത് എവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് നമുക്ക് അലോട്ട് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ നേരെ കുറച്ച് പ്രൈവറ്റ് വണ്ടിയിൽ പൈസയെ വേണ്ട, അവരകത്ത് പോകുന്നു, തിരിച്ച് പോകുന്നു, ഫ്രീ ആകുന്നു പോകും. 10 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ പൈസ കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഞാനിത് എത്ര ആലോചിച്ചു എനിക്ക് ഇതിൻ്റെ മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അപ്പോഴത്തെ വശത്താൽ വീണ്ടും എന്തെങ്കിലും മറന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനൊക്കെ അകത്ത് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും പറയും 60 രൂപ അടയ്ക്കണം. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരണം. കാരണം നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇതൊരു അക്രമമാണോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് 60 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത ടൈം നമുക്ക് അവർ തരണം. അല്ലാതെ ഒരൊറ്റ പ്രാവശ്യം എൻട്രിക്കാണ് അവർ 60 എന്ന് പറയുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു എൻട്രി ചെയ്യുമ്പോൾ വീണ്ടും 60 കൊടുക്കേണ്ടത്. അപ്പം ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറൊക്കെ ഇത് കാണുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെയൊക്കെ ഈ ഞങ്ങളെപ്പോലുള്ള സാധാരണ ടാക്സിക്കാരുടെ അടുത്ത് നിന്ന് ഈടാക്കുന്ന പൈസയിൽ നമുക്കത് ഓക്കെ, പൈസ എടുത്തോട്ടെ. അപ്പം നമുക്കത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു 60 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റെങ്കിലും നമുക്കൊരു തരണം. അപ്പോൾ ഈ 10 മിനിറ്റ്, ഈ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വീണ്ടും ഒന്ന് കയറേണ്ട വന്നാൽ തന്നെയും വീണ്ടും അവർ ചോദിക്കുകയാണ് 60 രൂപ. അപ്പോൾ ആ സാധനം ആ ഒരു സമ്പ്രദായം ഒന്ന് നിർത്തി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇതൊരു അപേക്ഷയാണ്. ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സാറൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം നമ്മൾ പൈസ അടയ്ക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വരുമ്പോൾ വീണ്ടും പൈസ ചോദിക്കുന്നു. അപ്പോൾ ഫാസ്റ്റാഗ് എടുക്കാനും പറ്റില്ല അവർക്ക്. അപ്പം നമ്മളെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ വളരെ ഞങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർക്കും ഓൺലൈൻ ഡ്രൈവേഴ്സിനൊക്കെ നമുക്കത് വളരെ ഉപകാരമായിരുന്നു. അപ്പം ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾക്കൊരു കുറച്ച് സ്വാതന്ത്ര്യം തരൂ. അത് ഇത്രയാണ് എനിക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ജയ് ഹിന്ദ്.